നിലത്ത് പറ്റി വളരുന്നതും ഇഞ്ചി വർഗത്തിൽ പെടുന്നതുമായ ഒരു ഔഷധ സസ്യമാണ് കച്ചോലം. ഇരുണ്ട പച്ച നിറമുള്ള ഇലകളും വെളുത്തതും ഇളനീല നിറത്തിലുമുള്ളതുമായ പൂക്കൾ കാണപ്പെടുന്നുണ്ട്. വാസനയുള്ള തൈലമടങ്ങിയതും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതുമായ ഒരു സസ്യമാണിത്. നനവുള്ള സ്ഥലങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. കച്ചോലം പ്രധാനമായും ദഹന സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നു. ചുമ, ശ്വാസമുട്ടൽ, അജീർണം, വിരശല്യം, തലവേദന, പല്ലുവേദന, പൂപ്പൽ രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിലും സുഗന്ധദ്രവ്യങ്ങളുടെ ഭാഗമായും കച്ചോലം ഉപയോഗിക്കുന്നു. കച്ചോലപ്പൊടി തേനിൽ ചാലിച്ചു കഴിക്കുന്നത് ചുമ, ശ്വാസതടസ്സം, കഫക്കെട്ട് എന്നിവയെ ശമിപ്പിക്കാൻ സഹായിക്കും. കച്ചോലപ്പൊടി തുളസിനീരിൽ ചാലിച്ചു നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന ശമിക്കുന്നു. കച്ചോലം ചതച്ച് പല്ലിൽ വെക്കുന്നത് പല്ലുവേദന ശമിപ്പിക്കും. അണുബാധ രോഗങ്ങൾക്കും കച്ചോല തൈലം പുരട്ടാവുന്നതാണ്. കച്ചോലപ്പൊടി നെറുകയിൽ തൊടുന്നത് നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്നു. കൂടാതെ കച്ചോല തൈലം മറ്റ് സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുമുണ്ട്. കഫക്കെട്ടിന്റെ ഏറ്റവും നല്ല ആയുർവേദ മരുന്നായ അഗസ്ത്യ രസായനത്തിൽ കച്ചോലം ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രധാന ചേരുവയാണ്. കൂടാതെ ചവനപ്രാശത്തിലും രാസ്നാദി കഷായത്തിലുമൊക്കെ ചേർക്കുന്നുണ്ട്. കച്ചോലത്തിന്റെ വില അതിന്റെ രൂപത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കച്ചോലത്തിന് വിലക്കുറവായതുകൊണ്ട് തന്നെ ഇതിന്റെ കൃഷിയും കുറവാണ്. എങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരേ സമയം ചെടിയായും ഔഷധ സസ്യമായും കാണപ്പെടുന്നുണ്ട്.